ഫ്രീഡം വേൾഡ്. ഈ മാസം 30-ാം തീയതി ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ 14 സംസ്ഥാനങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ബാക്കിയുള്ള 14 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്പർ 14 മഹാരാഷ്ട്ര. ഇന്ത്യയിലെ പടിഞ്ഞാറൻ ദ്വീപിലെ ഒരു സംസ്ഥാനമായ മഹാരാഷ്ട്ര ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യയുള്ള രണ്ടാമത്തെ സംസ്ഥാനവും ദക്ഷിണേഷ്യയിലെ ഏറ്റവും ജനസംഖ്യയുള്ള മൂന്നാമത്തെ രാജ്യ ഉപവിഭാഗവും ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള 4ാമത്തെ സംസ്ഥാനവുമാണ് മഹാരാഷ്ട്ര. ഇന്ത്യയുടെ കവാടം എന്നൊരു വിളിപ്പേരും ഈ സംസ്ഥാനത്തിനുണ്ട്. നമ്പർ 30 മധ്യപ്രദേശ്. 12 ദശലക്ഷത്തിലധികം നിവാസികളുള്ള മധ്യപ്രദേശ് വിസ്തീർണമനുസരിച്ച് 2ാമത്തെ വലിയ ഇന്ത്യൻ സംസ്ഥാനവും 5ാമത്തെ വലിയ സംസ്ഥാനവുമാണ്. ഇന്ത്യയുടെ ഹൃദയം എന്നാണ് മധ്യപ്രദേശിനെ വിളിക്കുന്നത്. 1956 നവംബർ 1-നാണ് ഈ സംസ്ഥാനം രൂപീകൃതമായത്. BC 6-ാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ നഗരവൽക്കരണത്തിന്റെ 2ാം തരംഗത്തിൽ ഒരു പ്രധാന നഗരമായി ഇത് ഉയർന്നു വന്നു. നമ്പർ 12 കേരള. മലബാർ തീരത്തുള്ള ഒരു ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. 1959 നവംബർ 1-ന് സംസ്ഥാന പുനഃസംഘടന നിയമപ്രകാരം രൂപീകൃതമായ ഇത് രാജ്യത്തെ മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഒരൊറ്റ സംസ്ഥാനമാക്കി ഏകീകരിച്ചു. 33 ദശലക്ഷം നിവാസികളുള്ള കേരളം ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യയുള്ള 13ാമത്തെ സംസ്ഥാനമാണ്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്നൊരു വിളിപ്പേരും കേരളത്തിനുണ്ട്. നമ്പർ 11 കർണാടക. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിലെ ഒരു സംസ്ഥാനമാണ് ഇത്. 1956 നവംബർ 1-ന് മൈസൂർ സംസ്ഥാനമായി രൂപീകരിക്കപ്പെടുകയും 1973-ൽ കർണാടക എന്ന് പുനർനാമകരണം ചെയ്യപ്പെടുകയും ചെയ്തു. 2023-24 സാമ്പത്തിക വർഷത്തിൽ 25.01 ട്രില്യൺ മൊത്ത സംസ്ഥാന ആഭ്യന്തര ഉൽപാദനമുള്ള രാജ്യത്തെ ഏറ്റവും ഉൽപാദനക്ഷമതയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഇത്. നമ്പർ 10 ജാർഖണ്ഡ്. വനങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജാർഖണ്ഡ് കിഴക്കൻ ഇന്ത്യയിലെ ഒരു കരയാൽ ചുറ്റപ്പെട്ട സംസ്ഥാനമാണ്. വിസ്തീർണമനുസരിച്ച് 15ാമത്തെ വലിയ സംസ്ഥാനവും ജനസംഖ്യയുടെ കാര്യത്തിൽ 14ാമത്തെ വലിയ സംസ്ഥാനവുമാണ് ഇത്. വെള്ളച്ചാട്ടങ്ങൾക്കും കുന്നുകൾക്കും പുണ്യസ്ഥലങ്ങൾക്കും പേരുകേട്ട സംസ്ഥാനം. ബദ്രിനാഥ്, പരസ്നാഥ്, ദേവി, രാജ്രപ്പ എന്നീ മതകേന്ദ്രങ്ങൾക്ക് പേരുകേട്ടതാണ്. 24% ആളുകൾ നഗരത്തിലാണ് താമസിക്കുന്നത്. നമ്പർ 9 ഹിമാചൽ പ്രദേശ്. പടിഞ്ഞാറൻ ഹിമാലയത്തിൽ പർവ്വത സംസ്ഥാനങ്ങളിലൊന്നും നിരവധി കൊടുമുടികളും വിശാലമായ നദീതടങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു അങ്ങേയറ്റത്തെ ഭൂപ്രകൃതിയും ഒത്തിണങ്ങിയ ഒരു സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ദൈവങ്ങളുടെ നാട് എന്നർത്ഥം വരുന്ന ദേവ് ഭൂമി എന്നും വീർ ഭൂമി എന്നർത്ഥം വരുന്ന വീരഭൂമി എന്നും ഇതിന് പേരുണ്ട്. മഞ്ഞു മൂടിയ പർവ്വതങ്ങളാണ് ഈ സംസ്ഥാനത്തിന്റെ പ്രത്യേകത. നമ്പർ 8 ഹരിയാന. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് ഇത്. 1966 നവംബർ 1-ന് പഞ്ചാബിന്റെ ഭാഷാപരമായ പുനഃസംഘടനയ്ക്ക് ശേഷം ഇത് രൂപീകരിച്ചു. വിസ്തൃതിയുടെ കാര്യത്തിൽ ഇത് 21-ാം സ്ഥാനത്താണ്. ദൈവത്തിന്റെ വാസസ്ഥലം അല്ലെങ്കിൽ ഹരിതവനം എന്നും ഈ സംസ്ഥാനം അറിയപ്പെടുന്നു. നമ്പർ 7 ഗുജറാത്ത്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള ഒരു സംസ്ഥാനമായി ഇത് ഏകദേശം 2340 കിലോമീറ്റർ വിസ്തൃതിയുള്ള ഇതിന്റെ തീരപ്രദേശം രാജ്യത്തെ ഏറ്റവും നീളമേറിയതാണ്. വിസ്തീർണമനുസരിച്ച് ഗുജറാത്ത് ഇന്ത്യയിലെ 5ാമത്തെ വലിയ സംസ്ഥാനമാണ്. ഏകദേശം 60.4 ദശലക്ഷം ജനസംഖ്യയുള്ള ഗുജറാത്ത് 9ാമത്തെ ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനവും പടിഞ്ഞാറൻ ഇന്ത്യയുടെ രത്നം എന്നുമാണ് അറിയപ്പെടുന്നത്. നമ്പർ 6 ഗോവ. ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറൻ തീരത്ത് കൊങ്കൺ മേഖലയിലെ സംസ്ഥാനമാണ് ഇത്. വിസ്തീർണമനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനവും ജനസംഖ്യയുടെ കാര്യത്തിൽ 4ാമത്തെ ചെറിയ സംസ്ഥാനവുമാണ് ഇത്. കിഴക്കൻ ദേശത്തിന്റെ മുത്ത് എന്നാണ് ഗോവയെ അറിയപ്പെടുന്നത്. 1957 മെയ് 30-നാണ് ഈ സംസ്ഥാനം രൂപീകൃതമായത്. ഗോവ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ ഒരു ഭാഗമായിരുന്നു. നമ്പർ 5 ഛത്തീസ്ഗഡ്. മധ്യ ഇന്ത്യയിലെ ഒരു കരയാൽ ചുറ്റപ്പെട്ട സംസ്ഥാനമാണ് ഇത്. വിസ്തീർണമനുസരിച്ച് 9ാമത്തെ വലിയ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഏകദേശം 30 ദശലക്ഷം ജനസംഖ്യയുള്ള ഇത് ഏറ്റവും ജനസംഖ്യയുള്ള 17ാമത്തെ സംസ്ഥാനവുമാണ്. മുമ്പ് മധ്യപ്രദേശിന്റെ ഭാഗമായിരുന്ന ഇതിന് 2000 നവംബർ 1-ന് സംസ്ഥാന പദവി ലഭിച്ചു. ഇന്ത്യയുടെ നെല്ലറ എന്നൊരു വിളിപ്പേരും ഇതിനുണ്ട്. നമ്പർ 4 ബീഹാർ. കിഴക്കൻ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ ബീഹാർ ജനസംഖ്യയുടെ കാര്യത്തിൽ 2ാമത്തെ വലുതും വിസ്തീർണത്തിന്റെ കാര്യത്തിൽ 12ാമത്തെയും GDP-യുടെ കാര്യത്തിൽ 14ാമത്തേതുമാണ്. ആശ്രമങ്ങളുടെ നാട് എന്നൊരു വിളിപ്പേരും ബീഹാറിനുണ്ട്. പുരാതന ക്ലാസിക്കൽ ഇന്ത്യയിൽ രാഷ്ട്രീയ സാംസ്കാരിക ശക്തിയുടെ കേന്ദ്രമായും പഠനത്തിന്റെ ഒരു സങ്കേതമായും ബീഹാർ വളർന്നു കഴിഞ്ഞു. നമ്പർ 3 ആസാം. ബ്രഹ്മപുത്ര, ബരാക്ക് നദീതടങ്ങളുടെ തീരത്ത് കിഴക്കൻ ഹിമാലയത്തിന് തെക്ക് സ്ഥിതി ചെയ്യുന്ന വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായി ഇത് ഈ മേഖലയിലെ ജനസംഖ്യയുടെ കാര്യത്തിൽ ഏറ്റവും വലുതാണ്. ചുവന്ന നദിയുടെയും നീലക്കുന്നുകളുടെയും നാട് എന്നൊരു പേരും ഈ സംസ്ഥാനത്തിനുണ്ട്. 1950 ജനുവരി 26-നാണ് അസം രൂപീകൃതമായത്. ഹിന്ദു ഇതിഹാസമായ മഹാഭാരതത്തിൽ ഈ പ്രദേശം പറയുന്നുണ്ട്. നമ്പർ 2 അരുണാചൽ പ്രദേശ്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായി ഇത് 1987 ഫെബ്രുവരി 20-ന് ഇതൊരു സംസ്ഥാനമായി മാറി. ഉദയസൂര്യന്റെ നാട്
എന്നാണ് അരുണാചൽ പ്രദേശ് അറിയപ്പെടുന്നത്. ഏകദേശം 13,83,727 ജനസംഖ്യയുണ്ട് ഇവിടെ. ഒരു ചതുരശ്ര കിലോമീറ്ററിൽ 17 പേർ മാത്രം താമസിക്കുന്ന ഇത് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള സംസ്ഥാനമാണ്. വംശീയമായി വൈവിധ്യമുള്ള ഒരു സംസ്ഥാനവും കൂടിയാണ് ഇത്. നമ്പർ 1, ആന്ധ്രാപ്രദേശ്. തെക്കേ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തുള്ള ഒരു സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇത് 7ാമത്തെ വലിയ സംസ്ഥാനവും രാജ്യത്തെ ഏറ്റവും ജനസംഖ്യയുള്ള 10ാമത്തെ സംസ്ഥാനവുമാണ്. പുരാതന ഹോമിനിനുകൾ മുതൽ നവീന ശിലായുഗ വാസസ്ഥലങ്ങൾ വരെ 2,47,000 വർഷത്തിലേറെയായി ആന്ധ്രാപ്രദേശിൽ തുടർച്ചയായി ജനവാസമുണ്ടെന്ന് പുരാവസ്തു തെളിവുകൾ സൂചിപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതിലേതെങ്കിലും ഒരു സംസ്ഥാനങ്ങളിൽ നിങ്ങൾ താമസിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.